എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കിയതിന് തിരുകുമാരനോടും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ചന്ദ്രലേഖ, കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് ചേച്ചിയുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറിക്കിട്ടും, ചേച്ചി പോയി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് അറിയത്തില്ല, എനിക്കൊരു മാർഗ്ഗവുമില്ലല്ലോ, അത് ചേച്ചിക്ക് യൂട്യൂബിൽ ഞാൻ ഇട്ടുതരാം. ഞാൻ പറഞ്ഞു എനിക്ക് ഫോണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു പഴയ ഫോൺ, കൊള്ളാത്ത പൊട്ടിപ്പൊളിഞ്ഞ ഫോൺ, ഒരുപാട് കടയിൽ കൊണ്ട് കൊടുത്തിട്ടും ആ ഫോൺ ശരിയാകുന്നില്ല. അപ്പോൾ എൻ്റെ മകൾ വൈഫൈ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഈ ഫോണൊന്നും നോക്കി, എനിക്കറിയാം അത് കൊള്ളത്തില്ലെന്ന്, എങ്കിലും ഞാൻ കൊടുത്തപ്പോൾ ആ മോള് അത് ഓണാക്കി ഫസ്റ്റിലേക്ക് ഇട്ടുന്നത് എനിക്ക് കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനവും മറ്റ് പ്രാർത്ഥനകളും നമുക്ക് ജപമാല ചൊല്ലി പഠിക്കാനും എല്ലാം എനിക്കത് കിട്ടി. വേറെ ഒന്നിനും എനിക്ക് പറ്റത്തില്ല, പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന എല്ലാം എനിക്ക് മുറക്കെ കിട്ടുകയും ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും നമ്മൾ പ്രാർത്ഥന രാവിലെ 5:30 മണിയുടെ പ്രാർത്ഥനയിൽ കൂടുകയും എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും. ഇന്നും ഞാൻ അതിൽ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, വേറെ ഒന്നിനും പറ്റത്തില്ല. എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, കൃപാസനത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. പ്രാർത്ഥനയും ധ്യാനവും ആരാധനയും മറ്റെല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആദ്യമായി ഉണ്ടായ അനുഭവം, അമ്മയുടെ നിന്നുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ പ്രമാണം 10-20 വർഷമായി ബാങ്കിലായിരുന്നു. കാരണം എനിക്ക് 2 പെൺമക്കളാണ്, അവരെ പഠിപ്പിക്കുകയും അവരുടെ കല്യാണത്തിന് വേണ്ടി പലിശയ്ക്ക് പണം എടുത്ത് പ്രമാണം എടുക്കും, വീണ്ടും വയ്ക്കും. അങ്ങനെ 10-20 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാനുള്ള ഇതില്ല, ജോലിയുമില്ല. എന്ത് ചെയ്യും ദൈവമേ, അത് അങ്ങനെ ഇതിന് ഇനി എടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാർച്ച് 31 വരെ ഉള്ളായിരുന്നു കാലാവധി കഴിഞ്ഞ വർഷം. അപ്പോൾ 25 രാവിലെ ആയപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആരോ പറയുന്നു ബാങ്കിൽ പോകുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ദൈവമേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, വിഷമവും ഉണ്ട്. എങ്കിലും ഞാൻ സ്വർണം പണയം വെച്ചേക്കുന്നത്, ഞാൻ പലിശ അടയ്ക്കാൻ പോയ അവിടെ ചെന്ന് എനിക്കറിഞ്ഞൂടെ എങ്ങനെ എനിക്ക് പൈസ അതിൽ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആ പ്രമാണം എടുക്കാൻ പറ്റി. അമ്മയുടെ കൃപയനുസരിച്ച്, അമ്മയുടെ പ്രത്യക്ഷീകരണം പോലെ എനിക്ക് എല്ലാ കാര്യവും പ്രമാണം തിരിച്ച് എനിക്ക് കിട്ടി. എൻ്റെ കയ്യിൽ തന്നെ അന്ന് തന്നെ കിട്ടി. 31-ന് 2 ദിവസം ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ പ്രമാണം എനിക്ക് കയ്യിൽ കിട്ടി. അതിൽ അമ്മയോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു, തിരുകുമാരനോടും. അതുപോലെ തന്നെ എനിക്ക് വെള്ളമില്ലാഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് നടക്കുക. കാരണം ഞങ്ങൾ കുടുംബം ഓഹരി പോയപ്പോൾ അവർ മതിൽ കെട്ടി മറച്ചു. പിന്നെ എനിക്ക് ചുമട്ട് വെള്ളം കോരാൻ വയ്യ, പൈപ്പ് വെള്ളമില്ല, എന്ത് ചെയ്യമ്മേ, കിണർ കുഴിക്കാനുള്ള മാർഗ്ഗവും എനിക്കില്ലല്ലോ എന്ന് ഞാൻ മനസ്സ് സങ്കല്പിച്ചതേ ഉള്ളൂ. അന്ന് വൈകിട്ട് എൻ്റെ മോളെ മരുമോൻ വിളിച്ചു പറഞ്ഞു, അമ്മയ്ക്ക് വെള്ളമില്ലല്ലോ, അമ്മയ്ക്ക് ഞാൻ കുറച്ച് പൈസ തരാം. അമ്മ ബാക്കി പൈസയും കൂടെ ഇട്ട് അങ്ങനെ 15,000 രൂപയായി പുതിയ കണക്ഷൻ പിടിച്ച്. ഇന്നും എനിക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് എൻ്റെ അമ്മയുടെ ഒരു കരുണയും കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നടുവേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വയ്യായിരുന്നു. ബെൽറ്റിട്ട് നടന്ന എനിക്ക് ജോലിക്കൊന്നും പോകാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ മാറിയെന്ന് പോലും അറിഞ്ഞില്ല. ഇപ്പോൾ ചെന്നപ്പോൾ നടുവിന് വേദനയില്ല, എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേദന മാറിക്കിട്ടുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണെങ്കിൽ ഭയങ്കര ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മൾ വീഴ്, എൻ്റെ കാലൊന്ന് തട്ടിയതുപോലെ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഞാൻ കമന്ന് പോയി മെറ്റിലിന്, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് മെറ്റില്ല, ഞാൻ ചെന്ന് വീണ എന്നെ കിട്ടത്തില്ല. എൻ്റെ പല്ലും പോവും, നടുവും മൂതും എല്ലാം പോവും. ആരോ എന്നെ പുറകിൽ നിന്ന് ഡേന്നൊന്നൊരു വിളിച്ചിട്ട് തട്ടി അങ്ങ് മാറ്റി. ഞാൻ ചെന്ന് ഒരു പുല്ല് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് വീണിട്ട് എനിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. ആ റോഡിൽ വീണെങ്കിൽ എന്നെ പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ആരാ എന്നെ അങ്ങനെ പുറകെ വന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? അയ്യോ അമ്മ ഞങ്ങൾ വിളിച്ചില്ലല്ലോ, പിന്നെ ആരാ എന്നെ പുറകെ ഡേന്ന് വിളിച്ച് തട്ടിയിട്ടത്? അത് അമ്മയുടെ ഒരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തത്, ഞാൻ ഹോസ്പിറ്റലിൽ പത്രം വാങ്ങി എല്ലാ ആശുപത്രികളിലും ബസ്സിലിരുന്ന് കൂട്ടുകൂടി അവരോട്
അമ്മയുടെ അപ്പൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരോട് കൂട്ടുകൂടി പത്രം കൊടുത്ത് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഓരോ പത്രവും എടുത്ത് പ്രാർത്ഥിച്ച് തന്നെ ഓരോരുത്തർക്കും കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആശുപത്രിയിലും കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുകയും എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷമായി ജീവിക്കുന്നു. ആത്മീയ ജീവിതം, പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ലേ കൃപാസനത്തിൽ ഇത് കിട്ടിയത് കൊണ്ട് എനിക്ക് രാവിലെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും ധ്യാനത്തിൽ പങ്കെടുക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നു. പിന്നെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ജപമാല നോക്കി പ്രാർത്ഥിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഇനിയും മുന്നോട്ട് എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താലും ഈശോയുടെ അപ്പയുടെ അനുഗ്രഹത്താലും ജീവിക്കാനാണ് ആഗ്രഹം. അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. സങ്കീർത്തനം 145:16 വചനം. ദൈവത്തിൻ്റെ പരിപാലന സ്നേഹത്തെക്കുറിച്ചാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. വിശപ്പുള്ളവന് ആഹാരവും തളർന്നവന് ശക്തിയും നിരാശർക്ക് ആശ്വാസവും പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വഴിയുമാണ് ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിയാവുന്ന ദൈവത്തോടാണ് നാം ഉടമ്പടി എടുക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ശരിയായ സമയത്ത് ദൈവം കൈ തുറന്ന് നമ്മെ സഹായിക്കും. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ് ദൈവത്തിൻ്റെ തുറന്ന വഴിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്, ആ വഴി നമുക്ക് കാണിച്ചു തരുന്നത്. ചന്ദ്രലേഖ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നാം അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ പത്രം ലഭിക്കുകയും കൃപാസനത്തെപ്പറ്റി അറിയുവാനായിട്ട് കൂടുതൽ തീഷ്ണതയോടെ ശ്രമിച്ചപ്പോൾ മകൾ പറഞ്ഞു, ഞാൻ ഫോണിൽ കൂടെ അയച്ചു തരാം, പക്ഷെങ്കിൽ ഒരു പൊട്ടിപ്പോയ ഒരു ഫോണാണുള്ളത്, ഉപയോഗം സാധ്യമല്ല എന്നാണ് ഷോപ്പിൽ നിന്ന് മെക്കാനിക്ക് പറഞ്ഞത്. ഒരു ഉപയോഗവുമില്ലാതെ ആ ഫോൺ എടുത്ത് മകൾ ഓൺ ചെയ്തപ്പോൾ കൃപാസനത്തിലെ യൂട്യൂബാണ് കിട്ടിയത്. വേറൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോഴും അതുപോലെ തന്നെ ഫോൺ വിളിക്കാനോ ഫോൺ വരുവാനോ ഫോൺ അറ്റൻഡ് ചെയ്യുവാനോ സാധിക്കാത്ത ഒരു ഫോണിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും മാത്രം കാണുവാൻ സാധിക്കുന്ന ഒരു ഫോൺ, അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടെ മധ്യസ്ഥതയിൽ കൂടെ ഈശോ നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ചന്ദ്രലേഖ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം മെക്കാനിക്സ് എല്ലാം എടുത്ത് കളയുവാൻ പറഞ്ഞ ഒരു ഉപയോഗശൂന്യമായ ഒരു ഫോണിൽ നിന്ന് കൃപാസനത്തിന് മാത്രം ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കേൾക്കുവാൻ, പ്രാർത്ഥനകളും കേൾക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത് അമ്മയുടെ ഒരു ഇടപെടൽ കൂടെ മാത്രമാണ്, ഒരു കൃപയായിട്ടാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറഞ്ഞത് 20 വർഷത്തോളവും ബാങ്കിലിരുന്ന ഒരു പ്രമാണത്തെ പറ്റിയാണ്. അത് പല പ്രാവശ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അതെടുക്കുവാൻ സാധിച്ചില്ല. മാർച്ച് 31 ലാസ്റ്റ് ഡേ ആയിരുന്നു. പരിശുദ്ധ അമ്മയോട് തീഷ്ണതയോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 31-ാം തീയതിക്ക് മുൻപ് തന്നെ ആ കടം വീട്ടുവാനും പരിശുദ്ധ അമ്മ ഒരു വഴി കാണിച്ചു കൊടുക്കുകയും അതിൻ പ്രകാരം കടങ്ങൾ തീർക്കുവാനും പ്രമാണം തിരിച്ചെടുക്കുവാനും സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന കുടിവെള്ളമായിരുന്നു. കുടിവെള്ളം കിട്ടാതിരുന്നപ്പോൾ പെട്ടെന്നാണ് പൈപ്പ് കണക്ഷന് വേണ്ടിയിട്ട് ഒരു മകൻ സഹായിക്കുകയും ആ പൈസയിൽ ആ ക്യാഷ് ഉപയോഗിച്ച് പെട്ടെന്ന് കണക്ഷൻ കിട്ടുകയും വീട്ടിൽ ആവശ്യത്തിനുള്ള കുടിവെള്ളം ലഭിക്കുവാൻ സാധിച്ചത്. പിന്നീട് രോഗസൗഖ്യം, നടുവേദനയായിരുന്നു. അതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സഹോദരിക്ക് രോഗസൗഖ്യം ലഭിച്ചത്. കൈ തുറന്നു കൊടുക്കുന്ന ദൈവത്തോട് നമ്മെ സംതൃപ്തിയാക്കുന്ന ഒരമ്മയുണ്ട് കൂടെ. ആ അമ്മയുടെ മധ്യസ്ഥയിലൂടെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ അയച്ച കൈയല്ല, അയഞ്ഞ കൈയാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. കാരണം ഓരോ കാര്യങ്ങളും നിയോഗമായി സമർപ്പിക്കുമ്പോൾ എല്ലാം കരുതി സമയത്തിനനുസരിച്ച് മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ഈശോയാണ്. മക്കളുടെ കാര്യം എല്ലാം ഈശോയോട് കൊണ്ടുപോകുന്ന ഒരമ്മയാണ് നമുക്ക് മധ്യസ്ഥം വഹിക്കുന്ന നമ്മുടെ ഇടയിലുള്ളത്. ആ അമ്മയുടെ കൃപാസനം, അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഓരോ മക്കളും ഇവിടെ ഓരോ സാക്ഷ്യങ്ങളുമായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ തുറന്ന കൈകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ കരുണയുള്ള ഇടപെടലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്നും
നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും തികച്ച് നമ്മുടെ കൈ തുറന്ന് നമ്മെ സഹായിക്കുവാൻ ഈശോയെ നമുക്ക് അനുവദിക്കാം. നമ്മുടെ ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ചന്ദ്രലേഖയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.